എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെലീനിയം ഓട്ടോമേഷൻ ഫ്രെയിംവർക്കിൽ റീയൂസബിൾ യൂട്ടിലിറ്റീസ് അല്ലെങ്കിൽ മെത്തേഡ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ എക്ലിപ്സ് ഐഡിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പേജ് ക്ലാസ് ആയ ലോഗിൻ പേജ് സെലക്ട് ചെയ്യുവാണ്. ഈ പേജ് ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സെലീനിയത്തിലെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്. isElementDisplayed എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തു, ക്ലിക്ക് മെത്തേഡ് യൂസ് ചെയ്തു, അതുപോലെ getTextഉം sendKeysഉം എന്ന മെത്തേഡ്സ് യൂസ് ചെയ്തു. ഹോം പേജ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമ്മൾ getText എന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഡെമോ പർപ്പസിന് വേണ്ടി ഞാൻ 2 ക്ലാസ് വെച്ച് മാത്രമാണ് പേജ് ഒബ്ജക്റ്റ് മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ റിയൽ ടൈം ടെസ്റ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ പേജസ് വരും. അങ്ങനെ പേജസ് വരുമ്പോൾ സെലീനിയത്തിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആ പേജ് കോൾ ചെയ്യും. അങ്ങനെ കോൾ ചെയ്യുമ്പോൾ സെലീനിയത്തിൻ്റെ സെയിം മെത്തേഡ് തന്നെ വീണ്ടും വീണ്ടും ഡിഫറെൻറ്റ് ക്ലാസ്സിൽ കോൾ ചെയ്യുന്നത് നല്ലൊരു അപ്രോച്ച് അല്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ സെലീനിയത്തിലെ ഓരോ മെത്തേഡ്സും സെപ്പറേറ്റ് യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ യൂട്ടിലിറ്റി ആയിരിക്കും നമ്മൾ പേജ് ക്ലാസ്സിൽ വിളിക്കാൻ പോകുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെലീനിയം ഫ്രെയിംവർക്കിന്റെ കേസിൽ സെലീനിയത്തിലെ 4 മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് isDisplayed എന്നുള്ള മെത്തേഡ്, രണ്ടാമത്തെ ക്ലിക്ക് മെത്തേഡ്, മൂന്നാമത്തെ getText മെത്തേഡ്, നാലാമത്തെ sendKeys മെത്തേഡ്. ഹോം പേജിലും getText മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ടോട്ടൽ 4 മെത്തേഡ്സ് ആണ് സെലീനിയത്തിന് നമ്മൾ ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ 4 മെത്തേഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂട്ടിലിറ്റി നമ്മൾ നമ്മുടെ ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യും. ഈ 4 മെത്തേഡ്സ് ആയിരിക്കും നമ്മുടെ ഫ്രെയിംവർക്കിൽ നമ്മൾ യൂട്ടിലിറ്റീസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. isElementDisplayed എന്നുള്ള മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നത് isDisplayed മെത്തേഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ്. ക്ലിക്ക് മെത്തേഡിന് കറസ്പോണ്ടിങ് ആയിട്ട് clickElement എന്നുള്ള യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. getText എന്ന മെത്തേഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് getTextValue എന്ന യൂട്ടിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. sendKeys എന്ന മെത്തേഡിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും enterText എന്നുള്ള യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടത് സോഴ്സ് ഫോൾഡർ ആയ src മെയിൻ ജാവയ്ക്കകത്താണ്. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു പുതിയ പാക്കേജ് ക്രിയേറ്റ് ചെയ്യണം. പാക്കേജിന്റെ പേര് com.utilities എന്ന് കൊടുക്കുന്നു. ഈ പാക്കേജിനകത്ത് ഒരു ജാവ ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ക്ലാസിന്റെ പേര് യൂട്ടിലിറ്റീസ് കൊടുക്കുവാണ്. ഇവിടെ ഞാനൊരു സ്റ്റാറ്റിക് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. പബ്ലിക് സ്റ്റാറ്റിക് റിട്ടേൺ ടൈപ്പ് ബൂളിയൻ, മെത്തേഡിന്റെ പേര് isElementDisplayed എന്നുള്ളത് കൊടുക്കുവാണ്. ഇനി ഈ മെത്തേഡ് നമുക്ക് പാരാമീറ്ററൈസ് ചെയ്യണം. ഒന്ന് വെബ് ഡ്രൈവറിന്റെ ഒബ്ജക്ട് റെഫറൻസ് പാസ് ചെയ്യണം. അതുപോലെ ബൈ ക്ലാസിന്റെ പാരാമീറ്ററും കൂടെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ബൈ ലൊക്കേറ്റർ എന്ന പേര് കൊടുത്തു. ബൈ ക്ലാസ് ഇമ്പോർട്ട് ചെയ്യാം. ഇനി റിട്ടേൺ കീവേഡ് ആഡ് ചെയ്തു. കാരണം ഈ മെത്തേഡിന് റിട്ടേൺ ടൈപ്പ് ഉണ്ട്, ബൂളിയൻ ആണ് റിട്ടേൺ ടൈപ്പ്. ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ലൊക്കേറ്റർ ഡോട്ട് isDisplayed എന്നുള്ള മെത്തേഡ് വിളിച്ചു. ഇനി ഇതുപോലെ ക്ലിക്ക് ചെയ്യാനുള്ള യൂട്ടിലിറ്റി എഴുതാൻ പോവാണ് നമ്മൾ. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റിട്ടേൺ ടൈപ്പ് ഇല്ല, നമുക്ക് വോയിഡ് ആയിട്ട് തന്നെ റിട്ടേൺ ടൈപ്പ് കൊടുക്കുക. റിട്ടേൺ എന്നുള്ള കീവേഡ് റിമൂവ് ചെയ്യാം. വെബ് ഡ്രൈവറിന്റെ ഒബ്ജക്റ്റ് ഇവിടെ വേണം. അതുപോലെ ഇനി മെത്തേഡിന്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യാം. clickElement എന്നാക്കാം. isDisplayed എന്നുള്ള മെത്തേഡ് മാറ്റി ക്ലിക്ക് മെത്തേഡ് കോൾ ചെയ്യുവാണ്. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ക്രിയേറ്റ് ചെയ്യേണ്ട മെത്തേഡിന്റെ പേര് getTextValue എന്നുള്ളതാണ്. getTextValue എന്ന് കൊടുത്തു. ഇവിടെ നമ്മൾ getText എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യണം.
ഇതിന് റിട്ടേൺ ടൈപ്പ് ഉണ്ട്. സ്ട്രിംഗ് ആണ് ഇതിന്റെ റിട്ടേൺ ടൈപ്പ്. ഇനി നമുക്ക് അവസാനത്തെ യൂട്ടിലിറ്റി ആഡ് ചെയ്യാം. മെത്തേഡിന്റെ പേര് enterText എന്നുള്ളതാണ്. ഇവിടെ ഒരു അഡീഷണൽ പാരാമീറ്ററും കൂടെ വേണം, സ്ട്രിംഗ് വാല്യൂ. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ ആണ് ഇവിടെ പാസ് ചെയ്യേണ്ടത്. ഇവിടെ കോൾ ചെയ്യേണ്ട മെത്തേഡും നമുക്ക് ചേഞ്ച് ചെയ്യണം. സെൻഡ് കീസ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യണം. എന്നിട്ട് ഈ വാല്യൂ ഇതിൻ്റെ അകത്തേക്ക് പാസ് ചെയ്യുക. റിട്ടേൺ എന്ന കീവേഡ് നമുക്ക് ആവശ്യമില്ല. അതുപോലെ സ്ട്രിംഗ് എന്നുള്ള റിട്ടേൺ ടൈപ്പ് ഞാൻ റിമൂവ് ചെയ്യുവാണ്, വോയിഡ് ആക്കുന്നു. ഇനി ടെക്സ്റ്റ് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ടെക്സ്റ്റ് ബോക്സ് ക്ലിയർ ചെയ്യുന്ന നല്ലൊരു പ്രാക്ടീസ് ആണ്. അപ്പോൾ അതിനു വേണ്ടിയും കൂടെയുള്ള മെത്തേഡ് ഞാൻ ഈ മെത്തേഡിൽ തന്നെ ഉൾപ്പെടുത്തുവാണ്. ഡോട്ട് ക്ലിയർ എന്നുള്ള മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ യൂട്ടിലിറ്റീസ് നമ്മുടെ പേജ് ക്ലാസ്സസ് യൂസ് ചെയ്യാം. ലോഗിൻ പേജിൽ ആദ്യമേ യൂസ് ചെയ്ത് തുടങ്ങാം. ഞാൻ പഴയ കോഡ് റിമൂവ് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പിന്നീട് അത് റീയൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ക്ലാസ് നെയിം ഡോട്ട് ആ കറസ്പോണ്ടിങ് മെത്തേഡ് വിളിക്കണം. യൂട്ടിലിറ്റീസ് ഡോട്ട് isDisplayed കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയിരിക്കുന്ന യൂട്ടിലിറ്റി isElementDisplayed എന്നുള്ളതാണ്. ഡ്രൈവർ ഒബ്ജക്റ്റ് പാസ് ചെയ്തു. അതുപോലെ ഏത് ലൊക്കേറ്റർ ആണോ പാസ് ചെയ്യേണ്ടത്, അതായത് ഏത് വെബ് എലമെന്റ് ആണ് ഈ പേജിൽ ഡിസ്പ്ലേഡ് ആണോ അല്ലയോ എന്ന് നോക്കേണ്ട. വെബ് എലമെന്റ് ആണ് കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യേണ്ടത്. ഇവിടെ ലോഗിൻ ബട്ടൺ ആണ് നമുക്ക് പാസ് ചെയ്യേണ്ടത്. ഇവിടെ റിട്ടേൺ എന്നുള്ള കീവേഡും കൂടെ ആഡ് ചെയ്യണം. ഇനി ക്ലിക്കിന്റെ കറസ്പോണ്ടിങ് യൂട്ടിലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. യൂട്ടിലിറ്റീസ് ഡോട്ട് ക്ലിക്ക് എലമെന്റ് എന്നുള്ള യൂട്ടിലിറ്റി മെത്തേഡ് വിളിക്കാം. ഡ്രൈവർ ക്ലിക്ക് ചെയ്യേണ്ടത് ലോഗിൻ ബട്ടണിലാണ്. അപ്പോൾ ആ കറക്റ്റ് വെബ് എലമെന്റ് പാസ് ചെയ്യുക. ഇനി ഇവിടെ ഇത് ഞാൻ കമന്റ് ചെയ്തു. അതിനുശേഷം റിട്ടേൺ കീവേഡ് ആഡ് ചെയ്ത ശേഷം യൂട്ടിലിറ്റീസ് ഡോട്ട് getTextValue എന്നുള്ള മെത്തേഡ് കോൾ ചെയ്തു. ഡ്രൈവർ പാസ് ചെയ്തു. പാസ് ചെയ്യേണ്ട വെബ് എലമെന്റ് അലേർട്ട് മെസ്സേജ് ആണ്. ഇനി സെൻഡ് കീസിന്റെ യൂട്ടിലിറ്റിയാണ് നമ്മൾ വിളിക്കേണ്ടത്. ഇനി അവിടെ കമന്റ് ചെയ്തു. അതിനുശേഷം യൂട്ടിലിറ്റീസ് ഡോട്ട് enterText എന്നുള്ള യൂട്ടിലിറ്റി മെത്തേഡ് കോൾ ചെയ്യുന്നു. ഡ്രൈവർ ഒബ്ജക്റ്റ് പാസ് ചെയ്തു. യൂസർ നെയിം എന്നുള്ള വെബ് എലമെന്റ് പിക്ക് ചെയ്തു. അതിനുശേഷം സ്ട്രിംഗ് ആയിട്ടുള്ള യൂസർ നെയിം വേരിയബിൾ പാസ് ചെയ്തു. ഇതേ മെത്തേഡ് തന്നെ ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് വെബ് എലമെന്റ് തന്നെ പാസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അതാണ് ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ ടെസ്റ്റ് എക്സിക്യൂഷൻ സമയത്ത് ടെസ്റ്റ് കേസ് ഫെയിൽ ആവും, അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ലോഗിൻ പേജിൽ നമ്മൾ യൂട്ടിലിറ്റീസ് എല്ലാം കോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹോം പേജിലാണ് യൂട്ടിലിറ്റീസ് യൂസ് ചെയ്യേണ്ടത്. ഹോം പേജിൽ getTextന്റെ കറസ്പോണ്ടിങ് യൂട്ടിലിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഞാൻ ഈ മെത്തേഡ് ഇവിടെ കോൾ ചെയ്യുന്നു. ഇത് കമന്റ് ചെയ്യുന്നു. പാരഗ്രാഫ്സ് ഹെഡിങ് എന്നുള്ളത് ഇവിടെ കൊടുക്കുന്നു. അതേപോലെ ഈ ലൈൻ കമന്റ് ചെയ്യുന്നു. അതിനുശേഷം ഇത് തന്നെ ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം
വെബ് എലമെന്റ് കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ ഫ്രെയിംവർക്കിൽ ഇപ്പോൾ എല്ലാ ക്ലാസ്സിലും നമ്മൾ യൂട്ടിലിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് കറക്റ്റായിട്ട് വർക്ക് ആണെന്നുള്ളത് വെരിഫൈ ചെയ്യാം. ഞാൻ ഇനി പ്രൊജക്റ്റ് കമാൻഡ് പ്രോംപ്റ്റിൽ കൂടെ റൺ ചെയ്ത് നോക്കാൻ പോവുകയാണ്. പ്രോപ്പർട്ടീസ്, ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്തു, പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം അഡ്രസ് ബാർ cmd ടൈപ്പ് ചെയ്തു. അതിനുശേഷം mvn ക്ലീൻ ടെസ്റ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തു. നമ്മൾ പ്രൊജക്റ്റിനകത്ത് മേവൻ ഷുവർഫയർ പ്ലഗിനകത്ത് destiny.xml ഫയലിന്റെ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് destiny.xml ഫയൽ ആയിരിക്കും എക്സിക്യൂട്ട് ആകുന്നത്. നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാം. എല്ലാ ടെസ്റ്റ് കേസസും യൂട്ടിലിറ്റീസ് ആഡ് ചെയ്ത ശേഷം കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ. നാല് ടെസ്റ്റും പാസ് ആയിട്ടുണ്ട്. ബിൽഡ് സക്സസ് എന്നുള്ള ഇൻഫോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂട്ടിലിറ്റീസ് ആഡ് ചെയ്ത് ഫ്രെയിംവർക്ക് കോഡ് ഒപ്റ്റിമൈസ് ചെയ്തു. ഇനി നമ്മൾ ഈ ഫ്രെയിംവർക്ക് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് പുതിയ നമ്മുടെ ഫ്രെയിംവർക്ക് ആവശ്യമുള്ള യൂട്ടിലിറ്റീസ് ഈ ക്ലാസ്സിനകത്ത് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കേസിൽ നിങ്ങൾ 3 or 5 പേജസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ ഡിഫറെൻറ്റ് സെലീനിയം മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഞാൻ ചെയ്ത പോലെ സെപ്പറേറ്റ് യൂട്ടിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ യൂട്ടിലിറ്റി നിങ്ങളുടെ പേജ് ക്ലാസ്സിൽ വിളിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രം പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.